ചാലക്കുടി, തൃശൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ ആയിട്ടില്ല. വരുന്നു കാസർഗോഡും കൗണ്ടിംഗ് അപ്ഡേറ്റുകൾ തൽക്കാലം നോക്കേണ്ട. അപ്ഡേറ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. അത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ റിസൾട്ട് കൂടി വരേണ്ടി വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്ഡേറ്റ് കാണുന്നു. തൃശൂരിൽ തുടക്കത്തിൽ ബി.ജെ.പിക്ക് ലീഡ് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. തൃശൂരിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ തുടക്കത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുന്നിലാണ് എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി മുന്നിൽ, തിരുവനന്തപുരത്ത് UDF, എറണാകുളത്ത് UDF, ചാലക്കുടി ആയിട്ടില്ല. 11 വോട്ടുകൾക്ക് LDF, വയനാട്ടിൽ 19 UDF, മലപ്പുറം 11 വോട്ടുകൾക്ക് UDF, ആറ്റിങ്ങലിൽ ഇപ്പോൾ LDF, മാവേലിക്കലിൽ LDF, പത്തനംതിട്ടയിൽ LDF, ആലത്തൂരിൽ LDF. സംസ്ഥാനത്തിന്റെ ഇതുവരെയുള്ള ചിത്രം പരിശോധിക്കുമ്പോൾ 5 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്ക് ലീഡ് കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു സൂചനയല്ല, ശ്രദ്ധിക്കുക, ഇതൊരു സൂചനയല്ല, തപാൽ വോട്ടുകളുടെ സൂചനകൾ മാത്രമാണ്. എല്ലാ കാലത്തും LDFന് അനുകൂലമായിട്ട് വരാറുള്ളതാണ് പതിവ്. രാജ്യത്താകമാനം 70 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുമ്പോൾ 25-ൽ ഇന്ത്യ സഖ്യം. കേരളത്തിലേക്ക് വരുമ്പോൾ ആലത്തൂരിൽ 8 വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്യുന്നു. വയനാട്ടിൽ UDF, മലപ്പുറത്ത് UDF, കണ്ണൂരിൽ UDF, ആറ്റിങ്ങലിൽ LDF, മാവേലിക്കലിൽ LDF, പത്തനംതിട്ടയിൽ LDF, ആലത്തൂരിൽ LDF, എറണാകുളത്ത് UDF, മലപ്പുറത്ത് UDF, വയനാട്ടിൽ UDF, കോഴിക്കോട് UDF, വടകരയിൽ UDF. കർണാടകയിലെ 10ഇടത്തും BJP ലീഡ് പിടിച്ചു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ. കർണാടകത്തിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിൽ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ 10 സീറ്റുകളിലും BJP ആണ് ലീഡ് ചെയ്യുന്നത്. മധ്യപ്രദേശിൽ 5 സീറ്റിലും BJP ആണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം വന്നിരിക്കുകയാണ്. അതാണ് കേരളത്തിന്റെ അപ്ഡേറ്റുകൾ കൂടുതലായി വരുന്നു. 4-1 കണത്തിലേക്ക് മാറുന്നു. ഒരു സീറ്റിലാണ് LDFന്റെ ലീഡ് ഇപ്പോൾ ലീഡ് നിലനിൽക്കുന്നത്. പത്തനംതിട്ടയിൽ 44 വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്യുന്നു. ആലത്തൂരിൽ UDF ലീഡ് തിരിച്ചു പിടിച്ചു. മലപ്പുറത്ത് UDF ആണ്, വയനാട്ടിൽ UDF ആണ്, പത്തനംതിട്ടയിൽ LDF ആണ്, മാവേലിക്കരയിലും 23 വോട്ടുകൾക്ക് LDF ആണ് ലീഡ് ചെയ്യുന്നത്. ഫ്രാൻസിസ് ജോർജ് ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് 38 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് ആദ്യ ലീഡ് UDFന് എന്നുള്ളതാണ്. ലീഡ് ചെയ്യുന്ന LDF ആണ്. പാലക്കാട് ആയിട്ടില്ല. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് ചെയ്യുന്നു. വടകരയിൽ ഷാഫി ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ B ജോയ് ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ ഇപ്പോൾ LDF ആണ്, ജോയ്സ് ആണ് ലീഡ് ചെയ്യുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നു. കണ്ണൂരിൽ 24 വോട്ടുകൾക്ക് K സുധാകരൻ ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ LDF ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ LDF ലീഡ് ചെയ്യുന്നു. പാലക്കാടും LDF ലീഡ് ചെയ്യുകയാണ്. A വിജയരാഘവൻ ലീഡ് ചെയ്യുന്നു. പിന്നിലാണ് K രാധാകൃഷ്ണൻ. ആലത്തൂരിൽ അവിടെ രമ്യ ഹരിദാസ് മുന്നിട്ട് നിൽക്കുന്നു. സൂചനകൾ, എക്സിറ്റ് പോൾ സൂചനകൾ ഏറെക്കുറെ കൃത്യമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ചാലക്കുടി LDF, ആദ്യ സൂചനകൾ അത് തപാൽ വോട്ടുകളുടെ സൂചനയാണ്. സംസ്ഥാനത്ത് 4 സീറ്റുകളിൽ UDFും ഒരിടത്ത് LDFും എന്ന പൊതുചിത്രമാണ് വരുന്നത്. തൃശൂരിൽ LDF, സുനിൽകുമാർ ലീഡ് ചെയ്യുകയാണ്. VS സുനിൽകുമാർ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് UDF ലീഡ് ചെയ്യുന്നു. മാവേലിക്കരയിൽ ഇപ്പോൾ LDF ആണ് ലീഡ്. ആലപ്പുഴയിൽ LDF ലീഡ് ചെയ്യുകയാണ്. ആരിഫ് ലീഡ് ചെയ്യുന്നു. ആലത്തൂരിൽ ഇപ്പോൾ UDF ആണ്. കണ്ണൂരിലും കാസർഗോഡും വടകരയിലും കോഴിക്കോടും UDF ആണ് ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ LDF 16 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ആലത്തൂരിൽ ഇപ്പോൾ 27 വോട്ടുകൾക്ക് LDF. K രാധാകൃഷ്ണൻ ലീഡ് തിരിച്ചു പിടിച്ചു. കാസർഗോഡ് 12 വോട്ടുകൾക്ക് ഇപ്പോഴും ഉണ്ണിത്താൻ ലീഡ് ചെയ്യുന്നു. കണ്ണൂരിൽ K സുധാകരൻ UDF ലീഡ് ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡ്. രാജ്യത്താകമാനം 93 സീറ്റുകളിൽ NDA ആണ് ലീഡ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. ഉത്തർപ്രദേശിൽ ഇപ്പോൾ NDAക്ക് 24 സീറ്റുകളിൽ ലീഡാണ്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ UDF ആണ് കൂടുതൽ സീറ്റുകളിൽ ലീഡ്. ഇടുക്കിയിൽ LDF ലീഡ് ചെയ്യുകയാണ്. ആലത്തൂരിൽ ലീഡ് നില ആദ്യമായി 100 കടക്കുന്നു. രാജ്യത്ത് NDA 100 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. പ്രധാനമായും മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ NDA വലിയ ലീഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. NDAയുടെ ലീഡ് നില BJP അവരുടെ സംസ്ഥാനങ്ങളിൽ തേരോട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമാണ് BJP വൻ ലീഡ് നേടി മുന്നോട്ട് പോകാൻ പോകുന്നത്. 102 സീറ്റുകളിലാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നത്. മധ്യപ്രദേശിൽ 7-ലും ലീഡ് ചെയ്യുന്നത് BJP ആണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റ് മാത്രമാണ് നഷ്ടമായത്. ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് UDF, തിരുവനന്തപുരത്ത് UDF, ആറ്റിങ്ങലിൽ LDF, കൊല്ലത്ത് LDF അല്ലേ? അതെ, ആ തരത്തിലേക്ക് സാഹചര്യം മാറി. എന്തായാലും പ്രേക്ഷകർ കാത്തിരിക്കുക. ഇപ്പോൾ സമയം 8:12 ആയിരിക്കുന്നു. 8:30 ആകുമ്പോഴാണ് EVM മെഷീന്റെ സൂചനകൾ വരുന്നത്. ഇപ്പോൾ വരുന്നത് തപാൽ വോട്ടുകളാണ്. തപാൽ വോട്ടുകളിൽ പൊതുവിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന ഒരു ആധിപത്യം ഇത്തവണ പ്രകടമല്ല എന്നതാണ് ആദ്യ സൂചന. തപാൽ വോട്ടുകളിൽ സാധാരണ LDFന് കിട്ടുന്ന ആ ഒരു ആത്മവിശ്വാസവും മുന്നേറ്റവും ഇത്തവണ ഇല്ല. UDF ലീഡ് ചെയ്യുന്നു. ട്രെൻഡ് ആണോ സഹിതത് എന്ന് പറയേണ്ടി വരുമോ? EVMന്റെ ആദ്യ റൗണ്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് പറയാൻ കഴിയുള്ളൂ. എല്ലായിടത്തെയും 98 ബൂത്തുകൾ ആദ്യ റൗണ്ടിൽ എണ്ണും. അത് വരട്ടെ, അതുവരെ കാത്തിരിക്കാം. മലപ്പുറത്ത് UDF, വയനാട്ടിൽ UDF, കോഴിക്കോട് UDF,
തിരുവനന്തപുരത്ത് UDF, ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര LDF, ആലത്തൂർ LDF, തൃശൂർ LDF ആണ് ലീഡ് ചെയ്യുന്നത്. അതായത് ഓരോ കൗണ്ടിംഗ് സെന്ററിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരമാണ് ഇപ്പോൾ തപാൽ വോട്ടുകളുടെ പുരോഗതി. ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക അപ്ഡേറ്റ് നമുക്ക് കാത്തിരിക്കണം. പക്ഷേ സാഹചര്യം ഇതാണ്, സാഹചര്യം മാറുന്നു, ചിത്രം മാറുന്നു. ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ LDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ആദ്യഘട്ട ലീഡ് ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര, പത്തനംതിട്ട എന്നീ 4 മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. ബാക്കി മണ്ഡലങ്ങളിൽ ഇപ്പോൾ ലീഡ് UDFന് അനുകൂലമാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം. ആലപ്പുഴയിൽ LDF, പത്തനംതിട്ടയിൽ LDF എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചാലക്കുടിയിൽ 17 വോട്ടുകൾക്കാണ് LDFന്റെ ലീഡ്. 17 വോട്ടുകൾക്കാണ് ലീഡ്. കാസർഗോഡ് ഇപ്പോഴും മുന്നിത്താനാണ്, അവിടുന്ന് അപ്ഡേറ്റ് വരുന്നില്ല. പത്തനംതിട്ടയിൽ 44 വോട്ടുകൾക്ക് ഐസക് ലീഡ് ചെയ്യുകയാണ്. തൃശ്ശൂരിൽ ഇപ്പോഴും LDF, ആലത്തൂരിൽ LDF, പൊന്നാനിയിൽ UDF ആണ് പ്രതീക്ഷിച്ച പോലെ. അപ്ഡേറ്റ് വൈകുന്നത് കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് ഫലം വരാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം അവിടെ വൈകൽ ഉണ്ടാവുന്നുണ്ട്, നടപടിക്രമങ്ങൾ വൈകുന്നു. ദേശീയ തലത്തിലുള്ള ചിത്രം പരിശോധിക്കുമ്പോൾ 130ലേക്ക് BJP ലീഡ് നിലനിർത്തിയിരിക്കുന്നു. 131, 50ലേക്ക് ഇന്ത്യ മുന്നണിയുടെ 52ലേക്ക് വരുന്നു. TMC അടക്കമുള്ളവരുടെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. തപാൽ വോട്ടുകളിൽ UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ മേധാവിത്വം ഉണ്ടാവുന്നു എന്ന പ്രത്യേകത. പാലക്കാട്, ആലത്തൂർ, തൃശൂർ, ചാലക്കുടി LDF ലീഡ് ചെയ്യുമ്പോൾ വടക്കൻ ജില്ലകളിൽ മലപ്പുറം, വയനാട്, കോഴിക്കോട്, വടകര, കണ്ണൂർ, കാസർഗോഡ് UDF ആണ് ലീഡ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് UDF ലീഡ് ചെയ്യുമ്പോൾ തെക്കൻ ജില്ലകളിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. എറണാകുളത്ത് മാത്രമേ മധ്യ കേരളത്തിൽ ഇപ്പോൾ ലീഡ് UDFനുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട്. വടക്കൻ ജില്ലകളിൽ മുഴുവൻ UDF ആണ് ലീഡ് ചെയ്യുന്നത്. പരമ്പരാഗതമായി ഇടതു കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇടങ്ങളിൽ സ്വാഭാവികമായും തപാൽ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടേണ്ട തപാൽ വോട്ടുകൾ ഇത്തവണ കിട്ടിയില്ലേ എന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു തരംഗ സൂചനയാണോ എന്നതിലേക്ക് പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് നോക്കുകയാണെങ്കിൽ 136 NDA, ഇന്ത്യ സഖ്യം 52, മഹാരാഷ്ട്രയിൽ NDAക്കൊപ്പം ഇന്ത്യ മുന്നണിയും പതുക്കെ ലീഡ് നേടി വരികയാണ് എന്നുള്ള കാഴ്ചയുമുണ്ട്. അത് എക്സിറ്റ് പോളിലും പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിൽ ഇപ്പോൾ എറണാകുളം ഒഴികെയുള്ള മധ്യ കേരളത്തിലെ ജില്ലകളിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. വടക്കൻ ജില്ലകളിലെല്ലാം UDF ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം ഒഴികെയുള്ള തെക്കൻ ജില്ലകളിൽ LDF ലീഡ് ചെയ്യുകയാണ്. പൊന്നാനിയിൽ UDF, പാലക്കാടും ആലത്തൂരിലും LDF ആണ് ലീഡ് ചെയ്യുന്നത്. കോഴിക്കോട് ഇപ്പോഴും 8 വോട്ടുകൾക്ക് UDF ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ 16 വോട്ടുകൾക്കാണ് LDF ലീഡ് ചെയ്യുന്നത്. ചാലക്കുടിയിൽ 17 വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സംഖ്യ നോക്കുകയാണെങ്കിൽ UDFൽ 5 അല്ല കേട്ടോ, മുകളിലത്തെ ടാലിയിൽ വ്യത്യാസമുണ്ട്. മുകളിലത്തെ ടാലി അല്ല നോക്കേണ്ടത്, നിങ്ങൾ നോക്കേണ്ടത് എത്ര വോട്ടുകൾക്ക് ഓരോരുത്തരും ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ കളറാണ് നോക്കേണ്ടത്. വയനാട് UDF 19 വോട്ടുകൾക്ക്, കോഴിക്കോട് 8, വടകര 17, ആലത്തൂര്, പത്തനംതിട്ട LDF, ആലപ്പുഴ LDF, ചാലക്കുടി LDF, തൃശൂർ LDF എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് അപ്ഡേറ്റ് ആണ് ഓരോ ബൂത്തുകളിൽ നിന്നുള്ള, അല്ലെ, ഓരോ കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നുള്ള വിവരങ്ങൾ അപ്പോൾ തലത്തിൽ 150 സീറ്റുകളിലേക്ക് കടന്നിരിക്കുന്നു. UDF തരംഗം എന്ന ഒരു സൂചനയിലേക്ക് തന്നെ ആദ്യ മണിക്കൂറുകളിൽ, ആദ്യ മിനിറ്റുകളിൽ മാറുന്നു എന്നതാണ് ചിത്രം. പലതവണത്തെയും കൗണ്ടിംഗ് കണ്ടിട്ടുള്ളതാണ്. തപാൽ വോട്ടുകളിൽ ഇത്ര ഒരു മുന്നേറ്റം UDFന് ഉണ്ടായ ചരിത്രം അടുത്തും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത് വടക്കൻ ജില്ലകളിൽ ഇടതാധിപത്യമുള്ള ഇടങ്ങളിൽ പോലും അത് പ്രകടമാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു തരംഗ സൂചനയാണോ എന്ന പ്രകടമായ ഒരു സൂചന അതിൽ വരുന്നുണ്ട്. സംസ്ഥാനത്ത് ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട്. അത് ആർക്കനുകൂലം? UDFന് അനുകൂലം എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര മണ്ഡലങ്ങളിൽ, ഇപ്പോൾ പാലക്കാട് അടക്കമുള്ള ഇടങ്ങളിലെ ഇപ്പോൾ ആലത്തൂരല്ല, കണ്ണൂര്, കാസർഗോഡ്, വടകര, ഇവിടെ 3 UDF ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര, പത്തനംതിട്ട ഇവിടെയൊക്കെ ലീഡ് ചെയ്യുന്ന LDF ആണ്. പൊന്നാനിയിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്, അല്ലേ? അതെ. ലീഡ് നിലയിലേക്ക് ഒന്ന് പോയാൽ, ലീഡ് നിലയിലേക്ക് വളരെ പെട്ടെന്ന് ഓരോ മണ്ഡലങ്ങളിലെയും ഒന്ന് പോകണം. തിരുവനന്തപുരത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് 63 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നുണ്ട്. ശശി തരൂർ തിരുവനന്തപുരത്ത് 63 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് 63, ആറ്റിങ്ങലിൽ 16 LDF സ്ഥാനാർത്ഥി, കൊല്ലത്ത് മുകേഷ് 17 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ LDF 5 വോട്ടുകൾക്ക്, മലപ്പുറത്ത് UDF 18 വോട്ടുകൾക്ക്, വയനാട്ടിൽ UDF 33 വോട്ടുകൾക്ക്, മാവേലിക്കലിൽ LDF 23 വോട്ടുകൾക്ക്, ആലത്തൂരിൽ, പാലക്കാട്, പൊന്നാനിയിൽ UDF 22 വോട്ടുകൾക്ക്. ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന ഇപ്പോഴുള്ള പോസ്റ്റൽ വോട്ടുകളുടെ ലീഡ് നില ഓരോ കക്ഷികളുടെ. അപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം നോക്ക് മുഴുവൻ നീല നിറമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ ഇടുക്കിയിൽ 5 വോട്ടുകൾക്ക് LDFനാണ്, ജോയ്സിനാണ് ലീഡ്. ചാലക്കുടിയിൽ പക്ഷേ LDF ആണ് ലീഡ് ചെയ്യുന്നത്. രാജ്യത്താകമാനം 157 ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ലീഡ് നില എന്ന് പറയുന്നത്. 1-6 എന്നുള്ളതിൽ തെറ്റുണ്ട്. 1-6 അല്ല, അതിൽ കൂടുതലാണ് ഇപ്പോൾ UDFന് ഇവിടെ ഉള്ളത്. കേരളത്തിൽ മാറ്റമുണ്ട്. അത് ഈ കണക്കാണ് ശരിയില്ലേ? ഓരോ മണ്ഡലത്തിലും നേരെയും എഴുതിയിരിക്കുന്ന കണക്കാണ് കൃത്യം. ഡൽഹിയിലെ ഫലസൂചനകൾ വളരെ പെട്ടെന്ന്. ഡൽഹിയിൽ 6 BJP മുന്നിലാണ്. 6 ഡൽഹിയിൽ BJP മുന്നിൽ. ആം ആദ്മി പാർട്ടി ഒരു സ്ഥലത്ത് മാത്രം മുന്നിലാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച്.
അതാണ് ചിത്രം. 157ലേക്ക് നരേന്ദ്രമോദി BJP ലീഡ് ഉയർത്തുന്നു. 62ലേക്ക് ഇന്ത്യ മുന്നണിയും മത്സരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വരുന്നത് മോദി തരംഗമാണോ എന്നുള്ളതിന്റെ ഒരു സൂചനയാണോ കിട്ടുന്നത് ഇതെന്നാണ്. 157 എന്ന സംഖ്യ ആയിരിക്കുകയാണ്. 62 ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ലീഡ്. മധ്യപ്രദേശ് 157 BJPയുടെ ലീഡാണ്. ഈ 157 140 BJP ആണ് ലീഡ് ചെയ്യുന്നത്. ബാക്കി 17 സീറ്റുകളിൽ ഘടകകക്ഷികളും ലീഡ് ചെയ്യുന്നു. 157 സീറ്റുകളിൽ NDA സഖ്യം ദേശീയ തലത്തിൽ ലീഡ് ചെയ്യുന്നു. അതിൽ 140 BJPയുടെ ലീഡാണ്. പോസ്റ്റൽ ബാലറ്റിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ 6 വടക്കൻ ജില്ലകളിലും ലീഡ് ചെയ്യുന്ന UDF ആണ്. പക്ഷേ ആറ്റിങ്ങൽ